അഭിഷേക് ടിക്കറ്റ് ടു ഫിനാലെയല്ല ടിക്കറ്റ് കൊണ്ടുപോകാൻ സാധ്യത ഉണ്ടോ? കാരണം ടാസ്കുകളെല്ലാം അത്ര അടിപൊളിയായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അഭിഷേക് സൂപ്പറായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ടാസ്കിൽ ഗ്രൂപ്പ് കളിക്കുന്ന ആരാണ്? സായി ആണോ? അതെ, സായി ഗ്രൂപ്പ് കളിക്കുന്നുണ്ട് കുറച്ചൊക്കെ. ഇപ്പോൾ ഒരു ടാസ്ക് കൂടി നമ്മുടെ ലൈവിൽ കഴിഞ്ഞിട്ടുണ്ട്. ടാസ്ക് 3 എണ്ണമാണെന്ന് കഴിഞ്ഞത്. അപ്പോഴും ലീഡ് അഭിഷേകിന് തന്നെ. ആര് ടിക്കറ്റ് കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇന്ന് മൊത്തം ടിക്കറ്റ് ഫിനാലെയും പിന്നെ ഈ പറഞ്ഞ കണക്ക് നോറയുടെയും ജാസ്മിൻ്റെയും ഒരു വഴക്കും വേറെ കാര്യങ്ങളൊന്നും തന്നെ അങ്ങനെ നടന്നിട്ടില്ല. ടിക്കറ്റ് ഫിനാലെയാണ് മെയിനായിട്ട് ഇന്ന് വന്നിട്ടുള്ള 3 ടാസ്കുകൾ. അതിനകത്ത് ഒരെണ്ണം തമിഴ് ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുള്ള സെയിം ടാസ്ക് ആയിരുന്നു. ബാക്കി 2 സൂപ്പർ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഫസ്റ്റിൽ അവർക്ക് ഗ്രൂപ്പ് കളിക്കാൻ പറ്റുമായിരുന്നു. അതവർ ഗ്രൂപ്പ് കുറേയൊക്കെ കളിച്ചു. അത് മോശമാണെന്നല്ല. പക്ഷേ ഈ ടിക്കറ്റ് ഫിനാലിൽ നിൽക്കുമ്പം നീ എടുത്തോടാ, അങ്ങനെടാ, ഗ്രൂപ്പ് കളിക്കാം. ഗ്രൂപ്പ് കളിച്ചിട്ട് ഇവർ അവസാനം കൊണ്ട് സ്വന്തമായിട്ട് കളിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റെങ്കിലും വേണ്ടേ? ഇത് സായിക്ക് സ്വന്തമായിട്ട് കളിക്കണ്ട, മനസ്സിലായില്ല? ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വീക്ക് കഴിയുമ്പോൾ മിക്കവാറും നന്ദന ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ നന്ദന ഔട്ടാവും. അടുത്ത ആഴ്ച സായി വെട്ടിയും പൊക്കി പിടിച്ചുകൊണ്ട് ഓടും. അതാണ് തോന്നുന്നത്. നമുക്ക് എന്തായാലും അറിയില്ല, കണ്ട് തന്നെ അറിയണം. അഭിഷേകാണ് ഇപ്പോഴും ടിക്കറ്റ് ഫിനാലിൽ ഏറ്റവും മുമ്പിലെന്നാണ് അറിയാൻ പറ്റുന്നത്. നോക്കാം, വൈകിപ്പിക്കേണ്ട, തുടങ്ങാം. നമുക്ക് ഇന്നത്തെ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ഡേ 79 മെയ് 28-ാം തീയതിയിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ. ഐ എം അൻസിഫ്. വീഡിയോ ആദ്യം കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കമൻറ്റ് എന്തായാലും വീഡിയോ മുഴുവൻ കണ്ടിട്ട് ചെയ്യണം. അപ്പോൾ ആദ്യം ഞാൻ ലൈവിൽ നടക്കുന്ന കുറച്ച് സാധനം പറയാം, എന്നിട്ട് നമുക്ക് എപ്പിസോഡ് ഓവറോൾ എപ്പിസോഡിലേക്ക് വരാം. അതായത് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്ക് 3 പന്താട്ടം. ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണ് ടാസ്ക് നടക്കുന്നത്. ഒരു ബാറ്റിൻ്റെ ഷേപ്പിൽ, അതായത് ആദ്യം ഒരു വലിയ പലക, പിന്നെ എത്തിരി കൊണ്ട് ചെറിയ പലക, പിന്നെ ഒരു ചെറിയ പലക, അങ്ങനെ ഇങ്ങനെ ചരിച്ച് ഇട്ടിട്ടുണ്ട് ഗാർഡൻ ഏരിയയിൽ. അപ്പോൾ നമ്മുടെ കയ്യിൽ പിടിക്കാനൊരു പിടിയും അതിൻ്റെ മുകളിലായിട്ടൊരു വൃത്താകൃതിയിലുള്ളൊരു പ്രതലവും കാണും. ആ പ്രതലത്തിൽ ബോൾ ഉണ്ടാവും. ബോൾ എടുത്ത് വെക്കണം. ബസർ ടു ബസറാണ്. ഫസ്റ്റ് ടു സെക്കൻഡ് ബസർ അടിക്കുന്നവരെ ഏറ്റവും പലക കൂടിയ സ്ഥലത്ത് നമ്മൾ നിൽക്കണം. പിന്നീട് പലകയുടെ വീതി കുറഞ്ഞിടത്തേക്ക് വരണം അടുത്ത ബസർ അടിക്കുമ്പോൾ. ഏറ്റവും താഴെ വരണം. അപ്പം ആ ബോൾ ബാലൻസ് ചെയ്യണം. അത് പറ്റാത്തൊരു സാധനമാണ്, കഠിനമായിട്ടുള്ള ഒരു സാധനമാണ്. ഈ സാധനം മാനേജ് ചെയ്ത് ഏറ്റവും കൂടുതൽ ടൈം നിൽക്കുന്ന ആൾക്ക് 3 പോയിന്റ്, അതിന് താഴെ 2 പോയിന്റ്, അതിന് താഴെ 1 പോയിന്റ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാൾക്കും രണ്ടാമത്തെ പലകയിലേക്ക് വരാൻ പറ്റണില്ല. സായി ജസ്റ്റ് ഒന്ന് കാലെടുത്ത് വെക്കുന്നതേ ഉള്ളൂ. സായി 3ാമത്തെ ടാസ്കിൽ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോരുത്തരും വന്ന് നിൽക്കുന്നത്, നോറ 10 സെക്കൻഡ് മാത്രമേ നോറയെ കൊണ്ട് പറ്റുന്നുള്ളൂ. അർജുൻ 33 സെക്കൻഡ് നിൽക്കുന്നു. അഭിഷേക് ആണെങ്കിൽ നല്ല രീതിക്ക് സൂപ്പറായിട്ട്, ഇന്നിപ്പോൾ അഭിഷേകിൻ്റെ PR എന്നൊക്കെ ഒത്തിരി പേരെന്നെ പറയുമായിരിക്കും. പക്ഷേ ഇന്നത്തെ ദിവസം അഭിഷേകാണ് പെർഫോം ചെയ്തത്. പെർഫോം ചെയ്തവരുടെ കാര്യമേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ടിക്കറ്റ് ഫിനാലെ ടാസ്ക് 1-ലായാലും 2-ലായാലും ഈ 3-ലായാലും നല്ല പോലെ പെർഫോം ചെയ്തവരുടെ കാര്യം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ടത് ആരും PR ആണെന്ന് കരുതരുത്. അഭിഷേക് 5 മിനിറ്റും 5 സെക്കൻഡ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് സെക്കൻഡ് റൗണ്ടിലേക്ക് നീങ്ങാൻ പറയുമ്പോഴാണ് അഭിഷേകിൻ്റെ കയ്യിൽ നിന്ന് പോകുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടെ 50 മിനിറ്റ് ആയാലും അഭിഷേക് നിൽക്കും. പിന്നെ സായും അതുപോലെ തന്നെ സെക്കൻഡിലേക്ക് നീങ്ങാൻ പറയുന്നത് അഭിഷേകിനെക്കാളും സൂപ്പറായിട്ടാണ് സായി ടാസ്ക് 3 മാനേജ് ചെയ്തത്. അതിനകത്ത് ഫസ്റ്റ് ടാസ്കിൽ സായി പറഞ്ഞ കണക്ക് ഗ്രൂപ്പ് കളിച്ചെങ്കിലും ഈ 3rd ടാസ്കിൽ ഇൻഡിവിജ്വലായിട്ട് നേടിയെടുക്കാൻ നോക്കി. അപ്പോൾ സായിയും കൂടി അവിടെ നിന്ന് നീങ്ങുമ്പോഴാണ് സായി 5 മിനിറ്റും 15 സെക്കൻഡും നിൽക്കുന്നുണ്ട്. പിന്നീട് സിജോയ്ക്ക് 5 സെക്കൻഡ് മാത്രമേ പറ്റുന്നുള്ളൂ. ഋഷിക്ക് 3 മിനിറ്റും 55 സെക്കൻഡും ഋഷി നിൽക്കുന്നുണ്ട്. ജിൻഡോ 37 സെക്കൻഡ് നിൽക്കുന്നുണ്ട്. നന്ദന 25 സെക്കൻഡ് നിൽക്കുന്നുണ്ട്. ജാസ്മിൻ 3 സെക്കൻഡേ പറ്റുന്നുള്ളൂ. ശ്രീതു 13 സെക്കൻഡിൽ ജസ്റ്റ് ഒരു കള്ളത്തരം കാണിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ജസ്റ്റ് ബസർ അടിച്ചിട്ടും ബോളിൽ നിന്ന് കൈ എടുക്കാതെ വെച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ടാസ്ക് കഴിയുമ്പോൾ സായിക്ക് 3 പോയിന്റും അഭിഷേകിന് 2 പോയിന്റും ഋഷിക്ക് 1 പോയിന്റുമാണ് ടോട്ടൽ കിട്ടുന്നത്. അപ്പം സായിക്ക് ആദ്യത്തെ 2 ടാസ്ക് കഴിച്ചിട്ടുണ്ടാകുന്ന 2 പോയിന്റിൻ്റെ കൂടെ ഈ 3 കൂടെ ചേർത്ത് 5 പോയിന്റായി. അഭിഷേകിന് ഓൾറെഡി 2 ടാസ്കിലും കൂടി 3, 6 പോയിന്റിൻ്റെ കൂടെ ഈ 2 പോയിന്റോട് ചേർന്ന് 8 പോയിന്റായി. ഋഷിക്ക് ബോണസ് പോയിന്റ് ഒന്നും ഉണ്ടായിരുന്നു, ഇതുകൂടി ചേർത്ത് 2 പോയിന്റായി. അപ്പോൾ ഇപ്പം നിലവിൽ അവരുടെ പൊസിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ടിക്കറ്റ് ഫിനാലയുടെ ആദ്യത്തെ 3 ടാസ്കുകൾ, ഫസ്റ്റ് ഡേ ടാസ്ക് ഫുള്ളും കഴിഞ്ഞപ്പം ഏറ്റവും ടോപ്പിൽ അഭിഷേക് തന്നെയാണ് നിൽക്കുന്നത്. അഭിഷേക് മൊത്തം 8 പോയിന്റാണ് അഭിഷേകിന്. സായിക്ക് 4 പോയിന്റാണ്. അർജുന് 2 പോയിന്റ്, ജാസ്മിൻ 1 പോയിന്റ്, സിജോയ്ക്ക് 1 പോയിന്റ്, ഋഷിക്ക് 2 പോയിന്റ്. ഈ ലെവലാണ് ഇപ്പോൾ കളി നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലൈവിൽ നടന്ന സംഭവം. ഇനി ഇന്നത്തെ ഓവറോൾ എപ്പിസോഡ് പറയാനാണെങ്കിൽ സായി കൊണ്ടിട്ട് ഉടയ്ക്കും. സായി അഭിഷേകും കൂടെ ചങ്കൊക്കെ തന്നെ. പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, 2 പേര് ചില സമയം നമുക്ക് തോന്നും
സായി അഭിഷേകിനെ ചതിക്കത്തില്ല, അഭിഷേക് സായിയെ ചതിക്കത്തില്ല. എന്തോന്ന് കളിയാണ് ഇവർ കളിക്കുന്നത്? ഇവർ ഫ്രണ്ട്ഷിപ്പ് കളിയാണോ കളിച്ച് മുന്നോട്ട് പോകുന്നതെന്ന് ചില ദിവസത്തെ ലൈവും എപ്പിസോഡും കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. എന്നാൽ ചില ദിവസം കാണുമ്പം എനിക്ക് തോന്നാറുണ്ട് സായി അഭിഷേക് ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും, മാറിപ്പോയി അപ്പുറത്ത് നിന്നുകൊണ്ട് സായി അഭിഷേകിനെ കുറിച്ചും പറയും, അഭിഷേക് സായിയെ കുറിച്ചും പറയും. അതും ഞാൻ കണ്ടിട്ടുണ്ട്. വീണ്ടും തൊട്ടടുത്ത ദിവസം വന്ന് നിന്നിട്ട് സായി അഭിഷേകോട് എന്ത് ചെയ്യും? വീണ്ടും ഒന്നാവും. സംഭവം ഇതാണ്. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് അമ്മായി മരുമോള് കൊണ്ടല്ല. അമ്മായി പറയും മരുമോളല്ല, ഇതെൻ്റെ സ്വന്തം മോള് തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ചിട്ട് മനസ്സിൽ കാണിച്ചു തരാടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള മൈൻഡും, സായി ഇതെൻ്റെ അമ്മ തന്നെ എന്നുള്ള രീതിക്ക് കെട്ടിപ്പിടിച്ചിട്ട് എന്ത് ചെയ്യും? തിരിച്ച് അമ്മായിയമ്മ എന്നും അമ്മായിയമ്മ തന്നെ. ആ ലെവലാണ് ഇവർ ഒരുമിച്ച് നിൽക്കുവേ കണ്ട്. പക്ഷേ ഇവരുടെ ഉള്ളിൽ ഗ്രഡ്ജില്ല. പക്ഷേ മറ്റൊരാളത്ത് ഇവർക്ക് വേണമെങ്കിൽ ഇവർക്ക് പറ്റുന്ന ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് നിൽക്കും. ഇപ്പം ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അഭിഷേകിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുവാണെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലി എൻ്റെ മനസ്സിൽ ഞാൻ അഭിഷേകിൻ്റെ കൂടെ ഒരുമിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും എനിക്ക് കളിക്കണം, എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുമല്ലോ. അത് നല്ല തോന്നലാണ്. ഗ്യാങ് ഉണ്ടെങ്കിലും ഗ്യാങ്ങിനകത്ത് പെട്ട് കഴിഞ്ഞാലും എനിക്ക് ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള ഒരു തോന്നലുള്ളിടത്ത് നമ്മൾ ജയിക്കും. അതാണ് കറക്റ്റ് കാര്യം. ഇത് ഞാൻ അഭിഷേകിൻ്റെ കൂടെ നിന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ഡാ അഭിഷേക് അങ്ങനെയാണ് അങ്ങനെ പറയുന്നത് എനിക്ക് അത്ര നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തോന്നുന്നില്ല. അത് അഭിഷേകം പറയും, സായിയും പറയും, ഇന്നലെ മെനിഞ്ഞാന്നും അതിൻ്റെ തലേന്നും ഒക്കെ ഞാൻ കണ്ട സംഭവം തന്നെയാണ്. എന്നാൽ ഇവർ ഒരുമിച്ചിരിക്കുകയും ചെയ്യും. ഇവർ ഒരുമിച്ച് സായി വിശ്വസിക്കുന്നത് അഭിഷേക് ചതിക്കൂല എന്ന് സായിക്ക് അറിയാം. സായി എങ്ങനെ വിശ്വസിച്ചിരിക്കുകയാണ്? സായി ചതിക്കൂല എന്ന് അഭിഷേകിനും അറിയാം. പക്ഷെ രണ്ടുപേരും പരസ്പരം മാറിയുന്നുണ്ട്. അത് ഗെയിമാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ചതിയാണ് കാണിക്കുന്നത്. ചതിയാണ് അവർ കാണിക്കുന്നത്. കാരണം ഗെയിമാണെങ്കിൽ അത് മനസ്സിലേ ഉണ്ടാവത്തുള്ളൂ. ചതിയാണെങ്കിലാണ് അത് വെളിയിൽ വരുന്നത്. ചതിയാണെങ്കിലാണ് ഒരു തേർഡ് പേഴ്സൺ എടുത്ത് ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഞാൻ അവനെ വെട്ടാൻ നോക്കുന്നുണ്ട്, അവൻ എന്നെ ഇങ്ങനെ പറയാൻ വന്നു എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇത് ഈ തേർഡ് പേഴ്സൺ എന്ത് ചെയ്യുന്നില്ല, ഫസ്റ്റ് പേഴ്സണായ സായിയുടെ അടുത്തോ അല്ലെങ്കിൽ സായി പറയുന്ന ഒരു പേഴ്സൺ വന്നിട്ട് ഇത് അഭിഷേകിൻ്റെ അടുത്തോ പറയുന്നില്ല. മെയിൻലി സായി ഈ സാധനം പറയുന്നത് സിജോയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തുമാണ് അഭിഷേകിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ശ്രദ്ധിക്കുന്ന സംഭവമാണ്. സിജോയുടെ അടുത്തും ജാസ്മിൻ്റെ അടുത്തും അഭിഷേകിന് ഇങ്ങനെ വെട്ടണം, അഭിഷേക് എൻ്റെ കൂടെ അങ്ങനെ പറയും. പക്ഷേ ജാസ്മിനും സിജോയും ഇത് ആരുടെ അടുത്ത് പറയത്തില്ല? അഭിഷേകിൻ്റെ അടുത്ത് പറയത്തില്ല. അപ്പോൾ അഭിഷേക് കരുതും ഇവൻ ഒറിജിനലാണ്, കാണിക്കുന്ന ഞാനാണ് എന്ത് ഫേക്ക്. എന്നിട്ട് അഭിഷേക് ഇതെല്ലാം ഋഷിയുടെ അടുത്ത് പറയും. ഋഷി ഇത് ആരുടെ അടുത്ത് പറയില്ല? സായിയുടെ അടുത്ത് പറയില്ല. അതായത് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇവർ രണ്ടുപേരും അറിയുന്നില്ല. ഇവരറിയാത്തതുകൊണ്ട് തന്നെ ഒരാൾ വിചാരിക്കുന്നത് മറ്റൊരാൾ ജെനുവിനാണ്, ഞാനിവിടെ കൂടെ നിന്ന് ഗെയിം കളിക്കുകയാണെന്നാണ്. അതേ സെയിം സാധനമാണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വിചാരിക്കുന്നത്. സത്യം പറഞ്ഞാൽ രണ്ടുപേരും കളിക്കുന്ന ഗെയിം വളരെ ലോയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഒത്തു കളിച്ചത് നെഗറ്റീവ് ആയിക്കോ. നിങ്ങൾ എത്ര പേര് ഇത് ശ്രദ്ധിച്ചെന്ന് എനിക്കറിയില്ല. ശ്രദ്ധിച്ചവരെന്തായാലും മസ്റ്റായിട്ട് കമന്റ് ചെയ്യണം. ഞാൻ ഇന്നലെയും മെനിഞ്ഞാന്നും ഒക്കെ ഈ സാധനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അഭിഷേകിനാണ് ഏറ്റവും വിറ്റ്. അഭിഷേക് ഋഷിയുടെ അടുത്ത് പറയടാ സായി അങ്ങനെ ചെയ്ത് കേട്ടാ. സായി അപ്പുറത്ത് നേരെ ഓപ്പോസിറ്റ് ഇവരിരിക്കുന്നത് സ്കേഡ് അവിടെ, അവരിരിക്കുന്ന മെയിൻ എൻട്രൻസിന് അവിടെ ഇരുന്നിട്ട് സായി ജാസ്മിൻ്റെ അടുത്ത് സിജോ അടുത്ത് പറയാം ഇങ്ങനെ കളിച്ച് കേട്ടാ. എന്നിട്ട് എടാ സായി ഹായ്, എടാ എന്തിനാടാ, എന്താടാ സംഭവം? അഭിഷേക് ചോദിക്കും. അപ്പോൾ സായി ഇല്ലടാ ഒന്നുമില്ലടാ, ഇവിടെ ഇല്ലേ നമ്മളെ മറ്റേ കേസില്ലേ അത് കണ്ട് സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവരുടെ കളി. ഇന്നലെയും ഇന്നും ഒക്കെ അങ്ങനെ ആയിരുന്നു. ഇതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതൊരു പ്രധാന ഇൻസിഡൻ്റ് ആണ് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ നോറ ജാസ്മിൻ അടി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ എല്ലാവരും എക്സ്പ്ലെയിൻ കൊടുത്തു അത് നോറ കൊടുത്തു പോയി വാങ്ങിച്ചതാണ്. ഗ്രൂപ്പ് കളിയാണെങ്കിൽ ഇനിയും പൊളിയും, സായിയും അഭിഷേകോടെ ഒരുമിച്ച് നിൽക്കും. അല്ലാന്നുണ്ടെങ്കിൽ സൂപ്പറായിട്ട് മുന്നോട്ട് പോകും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് മസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം. ബിഗ് ബോസ് കാണുന്ന ഫ്രണ്ട്സിനെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരാം, വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരേക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.